നമസ്കാരം. ഇന്ന് നമ്മുടെ 143 എപ്പിസോഡാണ്. ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാണാപ്പുറങ്ങൾ, അതായത് ആരും പറയാത്ത കുറേ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കും ആദ്യമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് വർഷങ്ങളായിട്ടുള്ളതായിരിക്കും, കുറച്ച് നേരം മുമ്പ് തുടങ്ങിയതായിരിക്കും. പക്ഷെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഓരോ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിൽ ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉള്ളവർക്ക് ഒരിക്കലും ലോഗൗട്ടെന്നോ ലോഗിന്നൊന്നുമല്ല, അത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണും. ഇൻസ്റ്റാൾ അല്ല, അപ്ഡേറ്റ്. അത് ചുമ്മാ പ്രസ് ചെയ്താൽ മതി, അത് അപ്ഡേറ്റ് ആയിക്കോളും. നിങ്ങൾ വേറെ ഒന്നും അതിനകത്ത് ചെയ്യേണ്ട ഒരു ഫോർമാലിറ്റീസോ അല്ല, അപ്ഡേറ്റായി നിങ്ങളുടെ പഴയ ഫേസ്ബുക്കിൽ. പക്ഷേ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് പുതിയ വേർഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് മോണിറ്റൈസേഷൻ ആയാലും ഈ അപ്ഡേറ്റ് കാലാകാലങ്ങൾ 3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ, അതിൻ്റെ കാലാവധി കറക്റ്റ് എനിക്കറിയില്ല, 3 മാസം കൂടുമ്പോഴാണ്. അവരിപ്പോൾ 2 മാസം ആയുള്ളൂ പുതിയ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ട്. അപ്പം അത് നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് അത് ഗുണവും, ചീത്ത രീതിയിൽ ചെയ്യുന്നവർക്ക് അത് ദോഷം. ചീത്ത രീതി എന്ന് പറഞ്ഞാൽ വല്ലതും എൻ്റെ കണ്ടൻറ്റ് അടിച്ച് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്ത് മ്യൂസിക് കോപ്പിറൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വർഷങ്ങളായിട്ട് 11 കൊല്ലമായിട്ട് യൂട്യൂബ് ഉപയോഗിച്ച് 8000 വ്യൂവേഴ്സുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഞാൻ സീരിയലിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിരുന്നു. അവൻ ചെന്നൈയിൽ വലിയൊരു വർക്ക് അവൻ പോയി ചെയ്തിട്ടുണ്ട്, തമിഴിൻ്റെയൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ ചെമ്പറ്റ് ചെയ്ത് വന്നപ്പോൾ അവൻ ഞാൻ അതേ സ്റ്റുഡിയോ ചെയ്തതാണ്. അവൻ്റെ അത്ര ഞാൻ പറഞ്ഞു, എപ്പോഴും അവൻ മ്യൂസിക് ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഫ്രീ മ്യൂസിക് കിട്ടുന്നതെന്ന്. അതായത് ഫേസ്ബുക്കിൽ തന്നെ ഫ്രീ മ്യൂസിക് ഉണ്ട്, അത് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മലയാളം പാട്ടുകൾ പിന്നെയും കയറ്റിവിട്ടു. ഞാൻ പറഞ്ഞത് നിനക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ പോവുകയോ ഫേസ്ബുക്കും ചിലപ്പോൾ പോവുകയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവൻ കേട്ടില്ല. മിനിഞ്ഞാന്ന് 8000 വ്യൂവേഴ്സൊക്കെ ഉള്ളതാണ്. മനീഷ് എം ജി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ അനിയനെ പോലെയാണ്. നല്ലൊരു മനുഷ്യനാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ അറിയാവുന്ന. പുള്ളിയുടെ അതേ യൂട്യൂബ് പോയി. ഇനി ഒരിക്കലും ആ യൂട്യൂബ് തിരിച്ചു കിട്ടില്ല. അത്രയും വർഷങ്ങളായിട്ട് പടുത്തുയർത്തി കൊണ്ടുവന്ന നല്ല പ്രോഗ്രാമുകൾ ചെയ്തതാണ് മ്യൂസിക് ഡയറക്ടർ. അതല്ല ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ 2 മാസം 3 മാസമായിട്ട് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് അടിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞും കൊടുത്ത് ഇങ്ങനെ അത് പുള്ളിക്ക് മനസ്സിലാകുകയും ചെയ്ത് എങ്ങനെയാണ് മ്യൂസിക് എടുക്കുന്നതാണ്. കാരണം ഫ്രീ മ്യൂസിക്, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്. പക്ഷേ പുള്ളി പാട്ടുകളിട്ടു, നമുക്ക് പുള്ളി ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാട്ടുകളിട്ടു, മലയാള പാട്ടുകൾ തന്നെ. അത് കേൾക്കാൻ സുഖമുണ്ട്. അതൊക്കെ ഓരോരുത്തർ കഷ്ടപ്പെട്ട് പൈസ മുടക്കിയൊക്കെ എടുക്കുന്ന പാട്ടുകളാണ്. അതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല, നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിലാണല്ലോ ഈ ഫേസ്ബുക്കൊക്കെ പൈസ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ കുമളിയിലെ അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ സഖാവ്, അതായത് എടുത്തപ്പോൾ ജോയിച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. ചോദിച്ചാൽ ഇതെങ്ങനെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ തന്നെ. അന്നേരം ഞാൻ നോക്കിയപ്പം 90 ദിവസത്തിനിടയ്ക്ക് പുള്ളിക്ക് 1,75,000 വ്യൂവേഴ്സുണ്ട്. പുള്ളിക്ക് 60,000 വാച്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. പുള്ളിക്ക് പക്ഷേ ഇത് ചെയ്യാനറിയില്ല. ഞാനപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റാർസ്, അതായത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ, പാർട്ട്ണർഷിപ്പ് ആർട്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം കിടപ്പുണ്ട്, എല്ലാം ശരിയായെന്ന് വിചാരിക്കും. അതൊന്നുമല്ല, നിങ്ങളോട് പറയും 5000 ഫോളോവേഴ്സായിട്ട് മതി. അതൊന്നും നോക്കണ്ട, നിങ്ങൾ അക്കൗണ്ട് ചേർക്കുന്നു 5000 ഫോളോവേഴ്സിനെ ഒന്നും നോക്കണ്ട, നിങ്ങൾ മൈനസ് അടിച്ചു ഒന്നും നോക്കണ്ട. അതിന് മുകളിൽ ഒരു പച്ച ടിക്ക് കാണും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എല്ലാവരും ഇപ്പം പ്രൊഫഷണൽ മോഡ് ഓണാക്കി കാണും, ഒരു 90%. അറിയാമല്ലോ, പബ്ലിക് ആക്കിയാലേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. നിങ്ങൾ പ്രൈവറ്റ് ആക്കി 11,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും കാര്യമില്ല. നിങ്ങളത് പബ്ലിക് ആക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഈ അതിൻ്റെ വലസൈഡിലെ 3 ഡോട്ടുകളിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഡിറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ മാറ്റാം. അപ്പം നിങ്ങളുടെ പേര് മാറ്റാം, നിങ്ങളുടെ പിക്ചർ മാറ്റാം. ഇപ്പോൾ പഴയ പോലെ ഒന്നും എല്ലാവരുടെയും ഒന്നും ഫോട്ടോ വെച്ചൊന്നും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ ഇല്ല. ഇപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ട് ചേരാൻ പറയും, ഇങ്ങോട്ട് ചേരാൻ പറയും, ചിരിക്കാൻ പറയും, കണ്ണ് അടയ്ക്കാൻ പറയും. അതിപ്പം മൊബൈൽ സിം കാർഡ് എടുക്കുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ നിങ്ങളാണെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നിങ്ങൾക്ക് പൂവിൻ്റെ പടമൊക്കെ അതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ചെയ്യാം. എന്തിൻ്റെ വിമാനത്തിൻ്റെയോ കപ്പൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളാണെന്ന് അവർ ഉറപ്പ് വരുത്തും. കാരണം പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്,
നിങ്ങൾ മല്ലു ബോയിന്നോ സ്റ്റണ്ട് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാലും നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ശരിക്കും ബാങ്ക് അക്കൗണ്ടിലാണല്ലോ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ഒക്കെ കൊടുത്ത്, ആ ഇതിൽ തന്നെ നിങ്ങൾ അക്കൗണ്ട് ചേർക്കുമ്പം നിങ്ങളുടെ ഈ പേരും കൂടെ അതിനകത്ത് ചേർക്കപ്പെടും ഫേസ്ബുക്കിൽ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പേര് തുടങ്ങുന്നതാണ് നല്ലത്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതാണ് നല്ലത്. അവർ വെരിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇടയ്ക്ക്. നിങ്ങളുടെ എന്നിട്ട് ഫാമിലി ഫോട്ടോ വരെ ഇപ്പോൾ ചോദിക്കുന്നുണ്ടെന്നാണ് അറിവ്. എന്നിട്ട് നിങ്ങൾക്കിങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ കാണിക്കുമ്പോൾ ഈ സായിപ്പം മദാമ നിങ്ങൾക്ക് എന്തൊക്കെയോ ഉപദേശം തരുന്ന പോലെ തോന്നും. അപ്പം നിങ്ങൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം ലേൺ മോർ എന്ന് റൈറ്റ് സൈഡിൽ കാണും, ലെഫ്റ്റ് സൈഡിൽ സബ്മിറ്റ് എന്നും പറഞ്ഞൊരു നീല ഇതിൽ കാണും. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ആ സബ്മിറ്റിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അത് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വരും. ആ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ ഫേസ്ബുക്ക് നോക്കിക്കോളും. നിങ്ങൾക്ക് യോഗ്യത വരുന്നതിനനുസരിച്ച് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കെല്ലാം മുകളിൽ ലോക്ക് ഒരു താഴിൻ്റെ പടം കാണും. അതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. അവർ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഓരോ യോഗ്യത വരുമ്പോൾ ഓപ്പൺ ചെയ്ത് തരും. എന്നിട്ട് നിങ്ങളപ്പോൾ ചെറിയൊരു മൈനസ് മാർക്ക് പകുതി ഫേസ്ബുക്കിലും വീണു. നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുക. അങ്ങനെ ഞാൻ ഒരു മാസം 15 ദിവസം ഞാൻ ചുമ്മാ ഇരുന്നു. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് എനിക്ക് പൈസ വന്നു കഴിഞ്ഞപ്പോഴാണ്. അതൊന്നും വിഷയമല്ല, പൈസ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിലും പേടിക്കണ്ട. പിന്നെ നിങ്ങൾ 5000 ഫോളോവേഴ്സും 60,000 വാച്ച് മിനിറ്റ് ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്കൗണ്ടൻ്റ് അടുത്ത് കൊണ്ടുപോവുക. അക്കൗണ്ടൻ്റ് 200 രൂപയുള്ളൂ ഒരു അക്കൗണ്ടൻറ്റിന്. ഒരിക്കലും നിങ്ങളുടെ ഏതെങ്കിലും EMI ഉള്ളതോ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് അക്കൗണ്ട് നമ്പർ ഇപ്പോൾ ഈ കുമളിക്കാരാണെങ്കിൽ ഇവിടെ അമ്പാടി രാജേഷ് എന്ന് പറഞ്ഞ അമ്പലക്കെട്ടത്തിലൊരു കടയുണ്ട്. ആ കടയുടെ മുകളിലൊരു അക്കൗണ്ടൻ്റ് ഒരു പയ്യനുണ്ട്. അവന് കൃത്യമായിട്ട് അറിയാം അത് ചെയ്യാൻ. അതോ 200-300 രൂപ കൊടുത്താൽ അക്കൗണ്ട് ആഡ് ചെയ്ത് തരും. നിങ്ങൾ ആഡ് ചെയ്ത് അക്കൗണ്ട് വിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഫേസ്ബുക്ക് നിങ്ങൾക്ക് പേ ഔട്ട് തരും. നിങ്ങൾ അത്രയും ചെയ്താൽ മതി. നിങ്ങളതിന് പൈസ കിട്ടുന്നതോ നിങ്ങളത് ചെയ്യുന്നോ ഇത് ചെയ്യുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.